ഹായ് ഓൾ. ഇപ്പോൾ 100 ഡേയ്സ് ട്രേഡിംഗ് ചാലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെടുത്ത എൻട്രീൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇവിടെ പൊസിഷനിൽ പോയി നോക്കിയാൽ 2 ട്രേഡാണ് എടുത്തത്, 2 SL അടിച്ച്. ഒക്കെ രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ടൈം നോക്കുകയാണെങ്കിൽ 10:32 ഒരു എൻട്രി എടുത്ത് അത് 1 മിനിറ്റ് കൊണ്ട് തന്നെ SL അടിച്ച് 10:33. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത എൻട്രി എടുത്ത് 10:40 അത് 41 ആയപ്പോൾ തന്നെ SL അടിച്ച് ഒരു മിനിറ്റ്. 2 എൻട്രിയും ആകെ 1 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി ചാർട്ടിൽ പോയി നോക്കി നോക്കാം. 50 മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ ഇവിടെ ഈ താഴെയൊക്കെ ലിക്വിഡിറ്റി ഉണ്ട്. ഇവിടെ ഒരു സ്വിംഗ് ലോ ഉണ്ട്, ഇവിടെ ഒരു സ്വിംഗ് ലോ ഉണ്ട്. ഇതൊക്കെ ലിക്വിഡിറ്റി ഏരിയാസാണ്. അതായത് മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ മേലോട്ടേക്ക് അപ്സൈഡ് എൻട്രി എടുത്ത ആളുകൾ ഇതിൻ്റെ താഴേക്ക് SLും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ, ഈ ലോൻ്റെ താഴേക്ക് SL വെച്ചിട്ടുണ്ടോ. അതേപോലെ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ഉണ്ട്, ട്രെൻഡ് ലൈൻ ഉണ്ട് ഇവിടെ കാണാം. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെ താഴെയും ഒരു നല്ലൊരു ലിക്വിഡിറ്റി ഏരിയയാണ്. ഈ ലിക്വിഡിറ്റി ഏരിയ എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരുപാട് ഓർഡർ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകളിൽ നിന്നാണ് ഞാൻ എൻട്രി എടുക്കാറുള്ളത്. അപ്പോൾ ഈ ലോ കട്ട് ചെയ്ത സമയത്ത് ഒരു എൻട്രി ഇവിടുന്ന് എടുത്തു, അത് പെട്ടെന്ന് തന്നെ 1 മിനിറ്റ് കൊണ്ട് SL അടിച്ച്. അതിനുശേഷം കുറച്ചുകൂടെ താഴെ വന്ന സമയത്ത് ഇവിടുന്ന് ഒരു എൻട്രി എടുത്ത് അതും അവിടെ നിന്ന് തന്നെ SL അടിച്ച്. അതിനുശേഷം വലിയ ലിക്വിഡിറ്റിയും കാര്യങ്ങളൊന്നും മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ടില്ല, അതുകൊണ്ട് വേറെ എൻട്രി ഒന്നും ഇല്ല. ഇനി 2 എൻട്രി മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് 1 മിനിറ്റിലൊന്ന് പോയിട്ട് ഏത് ക്യാൻഡിലാണെന്നും കൂടെ നോക്കി നോക്കാം. എൻട്രി എടുത്തത് ഫസ്റ്റ് എൻട്രി വന്നത് 10:32 ഇനി 10:32 10:40. 10:32 ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ എൻട്രി എടുത്ത് തൊട്ടടുത്ത ക്യാൻഡിൽ നല്ല അടിപൊളിയായിട്ട് SL അടിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 10:40 ക്യാൻഡിൽ അടുത്ത എൻട്രി എടുത്ത് തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ അതും SL അടിച്ചു. പിന്നെ വൈകുന്നേരം വരെ അടങ്ങിയിരിക്കുകയാണ്. ഇനി ഓവർ ആക്കാനൊന്നും പോയില്ല. മാർക്കറ്റ് ഫുള്ള് അങ്ങനെ എരിഞ്ഞെരിഞ്ഞ് തീരാണ്. ഇനി പിന്നെ കുറച്ച് മൊമെൻ്റൊക്കെ വന്നു, പക്ഷേ അന്ന് നമുക്ക് വിഷയമില്ല. നമ്മൾ എൻട്രി സെറ്റപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായി ഫോളോ ചെയ്ത് ഇവിടെ ജേണലിൽ കാണാം. ഇന്നെടുത്ത 2 ട്രേഡ് ഈ 2 ട്രേഡാണ് ഇന്നെടുത്തത്. ബാക്കി ഓവറോളുള്ള സംഭവങ്ങളൊക്കെ അവിടെ കാണാം. ഇതിപ്പോൾ ഈ 2 ട്രേഡ് ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഭയങ്കര SL ആണ്, 2 ചോപ്പാണ്, ഫുള്ള് അലമ്പാണ്. പക്ഷേ ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ ജേണലിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നല്ല രീതിയിൽ പച്ച നിൽക്കുകയാണ്. അപ്പോൾ ഈ എന്താ പറയുക, ഇത്രയും ട്രേഡ് എടുത്ത് അത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ 2 ചെറിയ SL അടിച്ചാലൊന്നും നമ്മളെ തീരെ ബാധിക്കില്ല. നമ്മളെ ഇമോഷൻസിനും കാര്യങ്ങളൊന്നും തീരെ ബാധിക്കില്ല. കാരണം നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ റൂളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോകാൻ കഴിയും. ലോസ് വന്നാലും പ്രശ്നമില്ല, കാരണം പ്രോഫിറ്റിൽ നിന്നാണ് ചെറിയ രീതിയിലല്ലേ പോകുന്നുള്ളൂ. നല്ല രീതിയിൽ റിസ്ക് റിവാർഡും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഓക്കെ, പിന്നെ വേറെ ആരോ ഒന്ന് ഏതോ വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻട്രി എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരുമല്ലോ, എൻ്റെ സെറ്റപ്പും കാര്യങ്ങളും. അപ്പോൾ എൻട്രി എടുക്കുന്നത് ഒരു ഈ കോൾ ഓപ്ഷൻ 52,900 കോൾ ഓപ്ഷനാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ ബൈ അടിക്കുമ്പം ഈ ഇൻ്റർഫേസ് വരും. ഇതിൽ പല മോഡലിലൂടെ കാണാൻ നോർമൽ ഓർഡർ, MIS ഓർഡർ, കവർ ഓർഡർ, ബി ഓർഡർ. ഈ നോർമൽ എന്ന് വെച്ചാൽ നമുക്ക് നാളത്തേക്കൊക്കെ ഹോൾഡ് ചെയ്യണമെങ്കിലോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എടുക്കാനുള്ളതാണ്. ഇൻട്രാഡേക്ക് വേണമെങ്കിൽ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ MIS എന്ന് പറഞ്ഞത് പ്യുവർലി ഇൻട്രാഡേക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതിൽ നമുക്ക് ടാർഗറ്റ് SL ഒന്നും വെക്കാനില്ല. നമുക്ക് ലിമിറ്റ് ഓർഡർ, മാർക്കറ്റ് ഓർഡർ ഇട്ട് എൻട്രി എടുക്കാത്തതേ ഉള്ളൂ. പിന്നെ കവർ ഓർഡർ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ കഴിയും. അതേപോലെ ബ്രാക്കറ്റ് ഓർഡർ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാം, ടാർഗറ്റും സെറ്റ് ചെയ്യാം. ഞാൻ ബ്രാക്കറ്റ് ഓർഡറാണ് എടുക്കൽ. ബ്രാക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്യും, അതിനുശേഷം മാർക്കറ്റ് സെലക്ട് ചെയ്യും. ഈ മാർക്കറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൈസ് അടിക്കാൻ കഴിയില്ല. അതായത് ഏത് പ്രൈസിനാണ് വേണ്ടതുള്ളതെന്ന് നമുക്ക് അടിക്കാൻ കഴിയില്ല. അത് ആ സമയത്ത് നമ്മളിവിടെ ബൈ അടിക്കുന്ന സമയത്ത് ഏത് പ്രൈസാണുള്ളത് ആ പ്രൈസിനാണ് എക്സിക്യൂട്ട് ആവും, മാർക്കറ്റ് പ്രൈസിന്. പിന്നെ സ്റ്റോപ്പ് ലോസ് ഞാൻ വെക്കൽ 20 പോയിൻ്റാണ്. 20 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കും. 100 പോയിൻ്റാണ് ടാർഗറ്റ് വെക്കാറ്. 100 പോയിൻ്റ് ടാർഗറ്റ് അടിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സെറ്റ് ചെയ്യാറ്. ഇത് സെറ്റ് ചെയ്തിട്ട് എൻട്രി വരുന്ന സമയത്ത് ബൈ അടിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ടാർഗറ്റ് ഓർഡറും സ്റ്റോപ്പ് ലോസ് ഓർഡറും ഒക്കെ വന്നെടുക്കും. അത് ഇവിടെ കാണിച്ചു തരാം. ഓർഡറിൽ പോയി വയ്ക്കാൽ ഇപ്പോൾ രാവിലെ ഒരു ബൈ എടുത്ത സമയത്ത് 2 ഓർഡർ ഇവിടെ വന്നെടുക്കും. ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ 2 ഓർഡർ വന്നെടുക്കും. ഇതൊക്കെ ബി ഓർഡറാണ്, ഞാൻ നേരത്തെ പറഞ്ഞത് ബ്രാക്കറ്റ് ഓർഡർ. അപ്പോൾ ഒരു ടാർഗറ്റ് ഓർഡറും വന്നെടുക്കും, ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡറും വന്നെടുക്കും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ ടാർഗറ്റ് ഓർഡർ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലാവും. ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലാവും. അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. ഇതിൻ്റെ ടൈമാണല്ലോ, ഈ 2 ടൈം ഒരേ ടൈം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയതാണ്. SL അടിച്ച സമയത്ത് ആ അതേ ടൈമിന് തന്നെ മറ്റേ ഓർഡർ ക്യാൻസലായി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്നൊക്കെ വിചാരിക്കുന്നു.
ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ചലഞ്ചിൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ മുന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചാനലുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.